السلام عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحابه أجمعين. أما بعد. ചരിത്രത്തിന് നെഞ്ചിൽ നിന്നും സ്വർണ്ണാക്ഷരങ്ങളാൽ എഴുതപ്പെട്ട ദിനമാണ് അറഫാ ദിനം. സംസാരിക്കുന്നത് അറഫാ പ്രഭാഷണം മാനവിക മൂല്യങ്ങളുടെ പ്രഖ്യാപനം എന്ന വിഷയത്തെക്കുറിച്ചാണ്. ഹിജറ 10-ാം വർഷം അറഫയുടെ വിശുദ്ധ താഴ്വരയിൽ മനുഷ്യകുലത്തിനായി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടത്തിയ അവസാന മഹാപ്രഭാഷണമാണ് അറഫാ പ്രഭാഷണം എന്ന് പറയുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിത അവസാന ഘട്ടത്തിൽ മനുഷ്യരോട് പറഞ്ഞത് അധികാരത്തെക്കുറിച്ചല്ല, ജയത്തെക്കുറിച്ചല്ല, മറിച്ച് മനുഷ്യന്റെ മാനവിക മൂല്യങ്ങളെ കുറിച്ചാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മനുഷ്യരോട് പറഞ്ഞു, നിങ്ങളുടെ രക്തവും നിങ്ങളുടെ ജീവനും നിങ്ങളുടെ സമ്പത്തും ഈ ദിവസത്തെ പോലെ, ഈ മാസത്തെ പോലെ, ഈ നഗരത്തെ പോലെ പരിശുദ്ധമാണ്. ഇവിടെ ഇസ്ലാം മനുഷ്യ ജീവിതത്തിന് വളരെയധികം മൂല്യങ്ങൾ നൽകുന്നുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതാവസാന ഘട്ടത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ തരത്തിലുമുള്ള അനീതികളെയും അവസാനിപ്പിച്ചു. ജാഹിലിയ കാലത്തെ എല്ലാ രീതികളും ഞാൻ എൻ്റെ കാൽക്കീഴിൽ റദ്ദ് ചെയ്തിരിക്കുന്നു. ഇത് സാമൂഹിക നീതിയുടെ വളരെ വലിയൊരു പ്രഖ്യാപനമാണ്. പീഡനം, ചൂഷണം, വർഗീയത, വർണ്ണവെറുപ്പ് ഇവയെല്ലാം ഇസ്ലാം തള്ളിപ്പറയുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വ്യക്തമായി പറഞ്ഞു, ഒരു അറബിക്ക് അനർബിയേക്കാൾ മേന്മയില്ല, ഒരു വെളുപ്പിന് കറുപ്പിനേക്കാൾ മേന്മയില്ല, ഭക്തി ഒഴികെ. ഇത് മാനവിക സമത്വത്തിന്റെ വളരെ വലിയൊരു പ്രഖ്യാപനമാണ്. മനുഷ്യനെ മനുഷ്യനായി ആദരിക്കണമെന്നാണ് അറഫ പ്രഭാഷണം നമ്മെ പഠിപ്പിക്കുന്നത്. ഇന്ന് ലോകം ജാതിയുടെയും മതത്തിന്റെയും വർഗത്തിന്റെയും പേരിൽ വിഭജിക്കപ്പെടുമ്പോൾ അറഫ പ്രഭാഷണം നമ്മെ ഐക്യത്തിലേക്ക് വിളിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്ത്രീകളുടെ അവകാശങ്ങളെയും കുറിച്ച് സംസാരിച്ചു. സ്ത്രീകളെ കുറിച്ച്, നിങ്ങൾ അള്ളാഹുവിനെ ഭയപ്പെടുക. സ്ത്രീകളെ അടിമയെ കണ്ടിരുന്ന കാലഘട്ടത്തിൽ സ്ത്രീകൾക്ക് അവകാശവും സുരക്ഷയും മാനവും നൽകിയത് അറഫ പ്രഭാഷണത്തിലൂടെയാണ്. സ്ത്രീകളോടുള്ള കരുണയും നീതിയും ഒരു വിശ്വാസിയുടെ അടയാളമാണെന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചു. കൂടാതെ മനുഷ്യരുടെ ഉത്തരവാദിത്തങ്ങളെ കുറിച്ചും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓർമ്മിപ്പിച്ചു. ഇവിടെ സന്നിഹിതരായവർ ഈ സന്ദേശങ്ങളെ മറ്റുള്ളവരിലേക്കും എത്തിക്കട്ടെ. പ്രിയരെ, അറഫ പ്രഭാഷണം നമ്മെ ഒന്നു മാത്രമല്ല പഠിപ്പിക്കുന്നത്, മറിച്ച് മനുഷ്യനായി ജീവിക്കാനുള്ള മാർഗങ്ങളാണ്. അനീതിയെ എതിർക്കാൻ, സമത്വത്തെ നിലനിർത്താൻ, മനുഷ്യനെ സ്നേഹിക്കാൻ, സ്ത്രീകളെയും ദുർബലരെയും സഹായിക്കാൻ, സമാധാനത്തിന്റെ ദൂതന്മാരാകാൻ, ഇവയെല്ലാം അറഫ പ്രഭാഷണത്തിന്റെ സന്ദേശങ്ങളാണ്. ഇന്ന് നമുക്ക് സ്വയം ചോദിക്കാം, നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ രാഷ്ട്രത്തിൽ അറഫ പ്രഭാഷണം എത്രമാത്രം നടപ്പിലാകുന്നു എന്ന്. ഇത് അറിവിന്റെ, സത്യത്തിന്റെ, നന്മയുടെ ഉത്തരവാദിത്വമാണ്. അറഫ പ്രഭാഷണം ചരിത്രത്തിൽ വെറുമൊരു പ്രഭാഷണം മാത്രമായി ഒതുങ്ങരുത്, മറിച്ച് അത് നമ്മുടെ ജീവിതത്തിന്റെ പ്രഖ്യാപനമായി മാറണം. അറഫ പ്രഭാഷണത്തിന്റെ ആത്മാവ് ഉൾക്കൊള്ളുന്ന മാനവിക മനുഷ്യന്മാരാക്കി നമ്മളെ റബ്ബ് മാറ്റുമാറാകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.